ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരന്റ്സ് എന്ന് പറഞ്ഞിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ, അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എന്റെ വീഡിയോസിൽ ഞാൻ എന്റെ പാരന്റ്സിന്റെ കൂടെ പോകുന്നതോ എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എന്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ബട്ട് ദെൻ അത് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ്. വെൽക്കം ബാക്ക്. അത് കെ ഫാമിലിയിലെ അമ്മൂമ്മയും സിന്ധു ചേച്ചിയുമായുള്ള ആ ഒരു ഇഷ്യൂ രാജ്യം നടങ്ങുന്ന ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കരുതിയിരുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവായി, ഇനി ഒരു പ്രശ്നം ഈ ഫാമിലിയിൽ ഉണ്ടാവില്ല, എല്ലാം രമ്യതയിൽ പരിഹരിച്ചു എന്ന്. അതായത് അഹാന കൃഷ്ണ, നമുക്കറിയാം നാടൊട്ടുക്ക് നാറുന്ന രീതിയിലേക്ക് അഹാന കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു സെലിബ്രിറ്റി താരം പോയിട്ട് താരം തന്നെ വെളിപ്പെടുത്തിയത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ വാർ ഉണ്ടാകുകയില്ലെന്നാണ്. അത്തരത്തിൽ ഉള്ളൊരു ഉടമ്പടിയാണ് ഇവർ സൈൻ ചെയ്ത്. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം സിന്ധു ചേച്ചി പങ്കുവച്ച വീഡിയോയിൽ ചില വെളിപ്പെടുത്തലുകൾ, അതായത് താൻ അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെയുള്ള ചില വെളിപ്പെടുത്തൽ നടത്തുകയും തൻ്റെ പക്കൽ വേണ്ടുവോളം തെളിവുകൾ, അതായത് താൻ ചെയ്തത് ശരിയാണ്, തൻ്റെ അമ്മുവാണ് ശരിയെന്നുള്ളത് വരുത്തി തീർക്കാനുള്ള എല്ലാ തെളിവുകളും തൻ്റെ പക്കലുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഒരു ഭയങ്കര തെളിവ്, അത് രാജ്യം നടുങ്ങുന്ന ഒരു തെളിവ് സിന്ധു ചേച്ചി പുറത്തുവിട്ടിരിക്കുന്നു. ഏറെ നടുക്കത്തോടെ അല്ലാതെ ഈ ഒരു വീഡിയോ മുഴുവനായി ആർക്കും കണ്ടു തീർക്കാൻ സാധിക്കത്തില്ല. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയമാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സിന്ധു ചേച്ചി തന്റെ കുടുംബ സുഹൃത്തിന് അയച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോയുടെ താഴെ സിന്ധു ചേച്ചി പറയുന്നത്, മൈ ഡാഡ് ബീങ് ഹിറ്റ് ജസ്റ്റ് എ ഫ്യൂ വീക്സ് ബിഫോർ ഹിസ് സർജറി, ദിസ് ഈസ് കണ്ടിന്യൂഡ് ഓൾവേസ്, ഐ ഹാഡ് ടു ഫൈറ്റ് വിത്ത് മൈ മോം ഡെയിലി ടു പ്രൊട്ടക്ട് ഹിം. അതെ, നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. അമ്മൂമ്മ എന്ന് പറയുന്ന, അതായത് എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു അമ്മൂമ്മ അത്ര നല്ലൊരു അമ്മൂമ്മയായിരുന്നില്ല. തന്റെ ഭർത്താവിനെ പഞ്ഞിക്കിടുന്ന സ്വഭാവം ഉണ്ടായിരുന്ന ഒരു അമ്മൂമ്മയായിരുന്നു ആ ഒരു അമ്മൂമ്മ എന്നാണ് പറയുന്നത്. അതിന്റെ താഴെയായി സിന്ധു ചേച്ചി പറയുന്നത്, ഐ ഹാവ് വീഡിയോസ് ഓഫ് മൈ മാം ഹിറ്റിംഗ് ഫാദർ, അമ്മ അച്ഛനെ തല്ലുന്ന വീഡിയോകൾ, അതായത് വീഡിയോകൾ എന്റെ കൈവശമുണ്ട്. അതായത് നിരവധി തവണ ഈ അമ്മൂമ്മ അച്ഛനെ തല്ലിയിരിക്കുന്നു. ഹി വാസ് ഹരാസ്, അദ്ദേഹം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. ഐ സ്റ്റുഡ് അപ്പ് ഫോർ ഹിം, അതെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടു, സംസാരിച്ചു, പോരാടി. ഹി വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ബെഡ്റൂം, അതെ ആ ഒരു അപ്പൂപ്പന് സ്വന്തം ബെഡ്റൂമിൽ പോലും കയറാനുള്ള ഒരു അവസരം ഈ ഒരു നരാധമയായ അമ്മൂമ്മ കൊടുത്തിരുന്നില്ലെന്നാണ് സിന്ധു ചേച്ചി പറയുന്നത്. അദ്ദേഹത്തെ കിടപ്പുമുറികളിൽ പ്രവേശിക്കാൻ ഒരിക്കൽ പോലും അനുവദിച്ചിരുന്നില്ല. ഹി ഹാഡ് ടു സ്ലീപ്പ് ഇൻ ദ ഹോൾ, അദ്ദേഹത്തിന് ഹാളിൽ കിടക്കേണ്ടി വന്നു. അതായത് നമുക്കറിയാം ഈ ഒരു വീട് കെട്ടിപ്പൊക്കിയ ഒരു അപ്പൂപ്പൻ, അതേ മണലാരണ്യയിൽ പോയി വർഷങ്ങളോളം കഷ്ടപ്പെട്ട ഒരു അപ്പൂപ്പൻ, ആ അപ്പൂപ്പന്റെ അവസാന നാളുകളിൽ സ്വന്തം വീട്ടിൽ ബെഡ്റൂമിൽ പോലും കയറാൻ സാധിച്ചില്ല എന്നുള്ളത് ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതായപ്പോൾ അവൾ അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറി, ഏറെ ഞെട്ടുളവാക്കുന്ന ഒരുപക്ഷെ രാജ്യം നടക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് സിന്ധു ചേച്ചി നടത്തിയിരിക്കുന്നത്. മൈ ഡാഡ് ബീയിങ് ഹിറ്റ് ജസ്റ്റ് ഫ്യൂ വീക്ക് ബിഫോർ ഹിസ് സർജറി, ആ ഒരു ഫോട്ടോ താഴെ നൽകുന്നു. അതായത് ബക്കറ്റിന് അപ്പൂപ്പനെ തല്ലി പരിവപ്പെടുത്തുന്ന, സർജറിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ്, അതായത് അമ്മൂമ്മ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ആഗ്രഹിച്ചത് സർജറിയിൽ അപ്പൂപ്പൻ രക്ഷപ്പെട്ടാലും തന്റെ അടിയിൽ നിന്ന് അപ്പൂപ്പൻ രക്ഷയില്ല. അത്തരത്തിൽ അപ്പൂപ്പനെ തല്ലി പദം വരുത്തിയതിനു ശേഷമാണ് സർജറിക്ക് വിട്ടത്. സർജറിക്ക് അപ്പൂപ്പൻ കയറിപ്പോകുന്ന ചില ക്ലിപ്പിങ്ങുകൾ നമ്മൾ കണ്ടതാണ്. വളരെ അവശതയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഉന്നതതല അന്വേഷണം വളരെ അത്യാവശ്യം തന്നെയാണ്. അതായത് ആ ഫോട്ടോയിൽ വളരെ ക്ലിയർ ആയി കാണാൻ സാധിക്കുന്നില്ല, അമ്മൂമ്മ അവിടെ കുത്തിയിരിക്കുകയാണ്. അമ്മൂമ്മ കുത്തിയിരുന്നതിന് ശേഷം പെയിന്റ് പാട്ട് എടുത്ത് അപ്പൂപ്പനെ തല്ലാൻ ഓങ്ങുന്ന ഒരു സീനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൂപ്പൻ അവിടെ നിൽക്കുകയാണ്. അപ്പൂപ്പന്റെ പിന്നിൽ എന്തോ ഒരു വലിയ പൈപ്പോ ഒരു വടിയോ എന്തോ ഉണ്ട്. മറ്റാരുടെയെങ്കിലും സഹായം കൂടി ഈ ഒരു വിഷയത്തിൽ, അതായത് വീഡിയോ എടുക്കാൻ ഒരാൾ, അപ്പൂപ്പനെ പിന്നിൽ നിന്ന് തല്ലി മയപ്പെടുത്താൻ മറ്റൊരാൾ കൂടി ഈ ഒരു വിഷയത്തിൽ ഇടം പിടിപ്പിച്ചിട്ടുണ്ടോ? ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സംഭവത്തിന് പിന്നിലുണ്ടോ? അതായത് ഒരാളല്ല ഈ ഒരു കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. അമ്മൂമ്മയെ സഹായിക്കാൻ കൂടുതൽ പ്രതികൾ ഈ ഒരു വിഷയത്തിൽ പങ്കാളികളായിട്ടുണ്ടോ? അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരന്റ്സ് എന്ന് പറഞ്ഞിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ്
ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഡൺ, അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എന്റെ വീഡിയോസിൽ ഞാൻ എന്റെ പാരന്റ്സിന്റെ കൂടെ പോകുന്നതോ ഒക്കെ ആയിട്ടില്ല. ഞാൻ ചിലപ്പോൾ 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. ഡാഡി വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവസാനത്തെ ഫ്യൂ ഡേയ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിഷ്വൽസ് ഞാൻ എപ്പോഴും എടുത്തിരുന്നത് ബിക്കോസ് ഐ ഓൾവേസ് ഫിയർഡ്. എന്റെ ഓരോ ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നത് വാസ് ഫോർ മൈ പാരന്റ്സ്. സിന്ധുവേച്ചി നടത്തുന്ന വെളിപ്പെടുത്തലുകൾ, സിന്ധുവേച്ചി ചെയ്തതിൽ 4-1 പോലും, അമ്മയോട് ചെയ്ത കാര്യങ്ങളിൽ 4-1 പോലും ചേച്ചി കാണിച്ചിട്ടില്ല. ചേച്ചി കൂടുതൽ കാണിച്ചിരുന്നെങ്കിൽ ചേച്ചി എങ്ങനെയുള്ള ഒരാളാണെന്നുള്ള ഒരു വ്യക്തത നമുക്ക് കിട്ടുമായിരുന്നു. അത്തരത്തിൽ, അതായത് തന്റെ കുടുംബകാര്യങ്ങൾ ഒരിക്കലും പബ്ലിക്കിനെ കാണിച്ച് ഒരു ഇമോഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു KK ഫാമിലിയുടെ ആളുകൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഏറെ ഒരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതായത് തങ്ങളുടെ പ്രൈവസി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. അല്ല, അമ്മുവിന് വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായല്ലോ. എങ്ങനെയാണ് അമ്മുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? അതിൽ നിന്നും അമ്മു റിക്കവർ ആയിട്ടുണ്ടോ സിന്ധുവേച്ചി? ഇപ്പൊ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എന്റെ പാരന്റ്സിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ മോട്ടോത്തല്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം. ഷീസ് എ വണ്ടർഫുൾ ഗേൾ ആൻഡ് ഐ എം വിത്ത് ഹർ. ഐ എം ഓൾവേസ് വിത്ത് ഹർ ആൻഡ് വിത്ത് ഓൾ മൈ ചിൽഡ്രൻ, വിത്ത് എവരി. അതായത് സിന്ധുവേച്ചി നടത്തുന്ന വെളിപ്പെടുത്തലുകൾ എല്ലാ വീട്ടിലും ഒരു അമ്മു എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ടാഗ്ലൈൻ വന്നിരുന്നു. അത്തരത്തിൽ ഉള്ള ഒരു ടാഗ്ലൈനെ കുറിച്ച് ചേച്ചി പറയുന്നത് എല്ലാ വീട്ടിലും അമ്മു വേണമെന്ന് പറയുന്നില്ല, എന്നാൽ മിനിമം ഒരു 3 വീട് കൂടുന്നിടത്തെങ്കിലും, അതായത് ഒരു ലൊക്കാലിറ്റിയിൽ 3 വീടുകളിൽ ഒരു അമ്മു, അത്തരത്തിലെങ്കിലും ഒരു അമ്മു വേണമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് ചേച്ചി സ്വീകരിക്കുന്നത്. ചേച്ചിയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെയാണ്. മറ്റു മക്കളെക്കാൾ അമ്മുവിനോട് വലിയ രീതിയിലുള്ള സ്നേഹം ചേച്ചി പുലർത്തുന്നു. അമ്മൂമ്മയുടെ വിഷയം അവിടെ നിൽക്കുമ്പോഴും അഹാന ചെയ്തത് നല്ലതാണെന്ന് ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഇല്ല. അഹാനയ്ക്കെതിരെ ഇപ്പോഴും ആ ഒരു അറ്റാക്ക് തുടരുന്നുണ്ട്, കമന്റുകളിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ ഏച്ചി അഹാനയെ ഇപ്പോഴും തിരുത്താതെ അഹാനെ നെഞ്ചിലേറ്റുന്നു എന്നുള്ളത് ഒരു അമ്മയുടെ കടമയാണോ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? പിന്നിലും there are agendas and certainly ഈ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ ദ എന്താണ് വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് കൊടുക്കാം എന്ന് നിങ്ങൾക്ക് ചോദിക്കും, എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോകില്ലേ, അമ്മ എന്താ നിങ്ങൾ കാണുന്ന വീഡിയോസ് കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോ എന്തായാലും ആരും വന്ന് എന്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ, ലൈക്ക് വീട്ടിൽ എന്താ അമ്മ വരാത്ത. അപ്പൊ ഓൾ ഐ കൻ സേ ഫോർ ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. ഐ വിഷ് മൈ മദർ ആൻഡ് മൈ നീസ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എന്താ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ആൻഡ് എന്തെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം ദേ ക്യാൻ കോൺടാക്ട് മീ, ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ വ്യാഖ്യാനിക്കാം. അതായത് സിന്ധു ചേച്ചിയെ സംബന്ധിച്ച് തന്റെ മകളായ അഹാന കൃഷ്ണ, താൻ ഏറെ സ്നേഹിച്ച അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറപ്പെട്ട ഒരവസ്ഥയിൽ കുറച്ച് കൂടുതൽ താൻ സ്നേഹിക്കുന്ന അഹാന ആയതുകൊണ്ട് അഹാനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ഓളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായി ഒരുപക്ഷെ ചിലർ വ്യാഖ്യാനിച്ചേക്കാം. അത്തരത്തിൽ അമ്മൂമ്മയുടെ, അതായത് അപ്പൂപ്പനെ പഞ്ഞിക്കിടുന്ന വീഡിയോസ് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അമ്മൂമ്മ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം സിന്ധു ചേച്ചി നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം എന്തൊക്കെയാണെങ്കിലും അമ്മൂമ്മ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഒരിക്കലും അനുകൂലിക്കാൻ സാധ്യമല്ല. എന്നോട് പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇതുപോലത്തെ ഫ്രോക്ക് വേണം എന്ന് പറഞ്ഞു, കുറേ തുണിയെടുത്ത് കുറേ ഫ്രോക്കിന് മെഷർമെന്റ് തന്നിട്ട് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഫ്രോക്കോ? ഓക്കെ പറഞ്ഞു. ഓക്കെ, ആഗ്രഹമല്ലേ, തയ്ക്കട്ടെ, കൊച്ചുമകൾ അതൊക്കെ തച്ചു കൊടുക്കട്ടെ. ഇത്രയും കാലം ഞാൻ ചെയ്തില്ലേ, ഇനി കൊച്ചുമകളൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുള്ളിക്കാരി ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ഞെട്ടലോടെ അല്ലാതെ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ കാണുന്ന ഈ ഒരു അമ്മൂമ്മ, ഈ ചുരിദാറ് വിട്ട് സാരിയും കൊടുത്ത് നിൽക്കുന്ന അമ്മൂമ്മയല്ല. അമ്മൂമ്മ മറ്റൊരു വ്യക്തി, അതായത് ദ്വന്ദ്വ വ്യക്തിത്വം. തൻ്റെ വീട്ടിൽ രാത്രിയുടെ യാമങ്ങളിൽ ഒരുപക്ഷെ ഫ്രോക്കിട്ട് കളിക്കുന്ന ഒരു ആളായ അമ്മൂമ്മ, നാഗവല്ലിയെ പോലെ ഒരാളായ അമ്മൂമ്മ മാറുകയാണ്. നിരവധി ഫ്രോക്കുകളാണ് അമ്മൂമ്മ തയ്പ്പിച്ചിരിക്കുന്നത്. അതായത് മറ്റൊരാളായി രാത്രി മാറിയതിനു ശേഷം ഫ്രോക്ക് എടുത്തിട്ടതിന് ശേഷം അപ്പൂപ്പനെ പഞ്ഞിക്കിടുക. അതായത് രണ്ടാമതൊരാൾക്ക് അമ്മമ്മയോടൊപ്പം ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്നാണ് സിന്ധുവച്ചി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതേ കേരളം നടുങ്ങുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് സിന്ധുവച്ചി നടത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സിന്ധുവച്ചി, അതായത് അമ്മൂമ്മയുമായി ഉണ്ടായ ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് വിശദമായി പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ വെക്കാം. നമ്മുടെ വണ്ടി ഇപ്പൊ എൻ്റെ കയ്യിലില്ല, ഒരാൾക്ക് കൊടുത്തതുകൊണ്ട് അകത്തായതുകൊണ്ട് ഭയങ്കര ചൂടടെ. അപ്പുറത്ത് പോയിരുന്ന AC ആണെങ്കിൽ അവിടെ ഇരുട്ടാണ്,
അതുകൊണ്ട് അവിടുന്ന് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. എനിവേ സിന്ധുച്ചി പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഏറെ നടുക്കമുണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ കണ്ണീരോടെ അല്ലാതെ നമുക്ക് ആർക്കും കണ്ടു തീർക്കാൻ സാധിക്കത്തില്ല. എനിക്കിത് കഴിഞ്ഞ് കുറച്ച് കരയാനുണ്ട്. I wanted to say is like last few weeks ഒന്നും അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു ഒരിക്കലും. തിങ്സ് ലൈക്ക് ദാറ്റ് ഷുഡന്റ് ഹാവ് ഹാപ്പൻഡ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒന്നും നമ്മുടെ കയ്യിലല്ല. ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എന്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ബട്ട് ദെൻ അത് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡു ഇറ്റ്. ബട്ട് ദെൻ പേഴ്സണലി നമ്മൾ അറിയാന്നുള്ള എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എന്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ള പീപ്പിൾ റിയലി മാറ്റർ ടു അസ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. സോ നോർമലി നമ്മൾ നോർമൽ ടോക്സിൽ വെൻ വി ഹാവ് സം സർട്ടൻ ഇഷ്യൂസ്, വെൻ വി ആർ റിയലി ഗോയിങ് ത്രൂ സം കൈൻഡ് ഓഫ് എ മെസ് ആൻഡ് ഓൾ, നമ്മളിങ്ങനെ നമുക്ക് ഡിസ്കസ് വിത്ത് ആർ ഫ്രണ്ട്സ് ഓർ വിത്ത് ഓൾ ദാറ്റ്. സോ എന്നെ അറിയാവുന്നവർക്കും എന്റെ കുഞ്ഞുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വാട്ട് എവർ ഇസ് ദ ബിഗ് ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് എവറിബഡി അവെയർ ആൻഡ് ദേ നോ വാട്ട് ഇസ് ദ ട്രൂത്ത് ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ടു അസ്. യുനോ, നമ്മളെ അറിയാവുന്നവർ ദേ ഷുഡ് ബി നോയിങ് ദ ട്രൂത്ത്. ആൻഡ് വെൻ ദ ട്രൂത്ത് ഇസ് very transparent in front of so many people who care for us and who we personally we are bothered, അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാവുന്നിടത്തോളം then what the public says, what public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think. Because end of the day what matters is our peace of mind and നമ്മൾ ചെയ്തിട്ടുള്ള deeds. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരന്റ്സിനും അതിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ. അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എന്റെ വീഡിയോസിൽ ഞാൻ എന്റെ പാരന്റ്സിന്റെ കൂടെ പോകുന്നതോ ഒക്കെ ആയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഒരു 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തിനെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. ഡാഡി വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവസാനത്തെ ഫ്യൂ ഡേയ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിഷ്വൽസ് ഞാൻ എപ്പോഴും എടുത്തിരുന്നത്. ബിക്കോസ് ഐ ഓൾവേസ് ഫിയർഡ് സംതിങ് മൈറ്റ് ഹാപ്പൻ ടു ഹിം. ബിക്കോസ് ആ സ്ട്രോക്കും ആ സർജറിയും ഒക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട് ദോ ഹി വാസ് നോട്ട് അത്ര വലിയ സിക്കൊന്നും അല്ലായിരുന്നത് എങ്കിലും ഈ കഴിക്കുന്ന മെഡിസിൻസും പുള്ളിയുടെ പല അസുഖങ്ങളുടെ മെഡിസിൻസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ശത്രുക്കളായിരുന്നു. സർട്ടൻ മെഡിസിൻസ് ഇപ്പൊ പുള്ളിയുടെ ന്യൂറോ ഇഷ്യൂസിന് കഴിച്ചതും കാർഡിയോ ഇഷ്യൂസിന് കഴിക്കുന്നതും പിന്നെ പുള്ളി ഡയബറ്റിക്കിന് പല മെഡിസിൻസും ഈ ഒന്ന് മറ്റതിന് അത്ര അങ്ങോട്ടൊരു ഫേവറബിൾ അല്ലായിരുന്നു. അപ്പൊ ഈ പുള്ളിയുടെ ഇതിന് എപ്പോഴെങ്കിലും ഒരു കാർഡിയാക് അറസ്റ്റ് പോലെയൊക്കെ എന്തെങ്കിലും വരാനുള്ളൊരു സാധ്യത വാസ് ഓൾവേസ് ദെയർ സംവെയർ. പക്ഷെ നമ്മളെപ്പോഴും ഇവ ഹോപ്പിംഗ് നത്തിങ് വിൽ ഹാപ്പൻ. ബിക്കോസ് ഞാൻ എന്ത് പ്രശ്നം പറഞ്ഞാലും പുള്ളി മരിക്കുന്നതിന്റെ തലേദിവസം പോലും ഐ റഷ്ഡ് ഹിം ടു ദ ഹോസ്പിറ്റൽ ഇൻ ദ ഈവനിങ് ആൻഡ് that was the last video of my father what I had when he was alive. അതിലും എല്ലാം ചെയ്തപ്പോ ഒന്നും കുഴപ്പമില്ലായിരുന്നു. So I was hoping he will go on and on and on for so many more years. That's what I was hoping. അത് നമുക്ക് പറ്റുന്ന പോലെ I was trying really hard to എല്ലാം ഒന്ന് നന്നായിട്ട് വെക്കാൻ. I tried really hard. അപ്പൊ ഞാൻ എന്റെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുള്ളതിനേക്കാൾ like my every day was actually for them, you know. എന്റെ ഓരോ ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നത് was for my parents. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വീട്ടിൽ എല്ലാവരും ഒക്കെ തുടങ്ങിയല്ലോ 2020 ആ കോവിഡ് തുടങ്ങിയ ആ കാലത്ത് ഞാനായിരുന്നു ലാസ്റ്റ് തുടങ്ങിയ ആള് കേട്ടോ. എനിക്കാണെങ്കിൽ തുടങ്ങാൻ താല്പര്യമേ ഇല്ലായിരുന്നു. ഞാനന്നിങ്ങനെ ആലോചിക്കും, ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉള്ളപ്പോ എന്തിനാണ് ഈ ഒരു യൂട്യൂബ്? അതിലെന്തിടാനാ? അതിൽ വീഡിയോസ് ഒക്കെ ഇല്ലേ, എന്തിടാനാ? നിങ്ങളൊക്കെ വീഡിയോസ് ഇട്, ഞാൻ പിള്ളേരോട് നിങ്ങളൊക്കെ ഇട്, നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഞാൻ എന്തിനാ ഇടുന്നേ എന്നൊക്കെ ഞാനിങ്ങനെ ഐ ഷു തിങ്ക്, യുനോ. സോ കിച്ചു ആണ് പറഞ്ഞോണ്ട് നീ എന്തെങ്കിലും തുടങ്ങും, നീ സ്റ്റാർട്ട് ചെയ്യട്ടെ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് സംസാരിക്കാനില്ലേ, അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലുമൊക്കെ അതുപോലെ പേഴ്സണൽ ആയിട്ട് കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ലൈഫിലെ കാര്യങ്ങളോ ഒക്കെ ഇട്, ഇറ്റ് ബി ഗുഡ്.
എന്തെങ്കിലും ഒരു വരുമാനം ആകുമല്ലോ. അപ്പൊ ഇതിലൊരു മോണിറ്റൈസേഷൻ, പൈസ കിട്ടുന്ന കാര്യം, അതൊന്നും വളരെ സീരിയസ് ആയിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ ആരും കണ്ടിരുന്നില്ല. അതൊക്കെ ഇങ്ങനെ നമ്മളിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ പതുക്കെ സംഭവിച്ചതാണ്. അപ്പൊ അമ്മു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ അതിൽ ഓക്കെ ആവുന്ന കണ്ടിരുന്നിട്ട് ഓസി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇഷാനി സ്റ്റാർട്ട് ചെയ്യുന്നു, കിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അൻസു സ്റ്റാർട്ട് ചെയ്യുന്നു, ലാസ്റ്റ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് അറിയപ്പെടുന്നത്. ആദ്യം വീഡിയോ കാണുന്ന വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ കാണാം.